പണ്ടത്തെ എന്റെ ബർത്ത്ഡേ ഞാൻ ജനിച്ചപ്പോഴായിരുന്നു എന്റെ പണ്ടത്തെ ബർത്ത്ഡേ. പാത്തു എഴുതിയതാണോ ഈ കഥ പറഞ്ഞു തന്നെ? കഥ എനിക്ക് വായിക്കാറില്ല. പിന്നെ ആരാ എഴുതിയത്? ഞാൻ തന്നെ എഴുതിയത്. എനിക്ക് വായിക്കാറില്ല. എനിക്ക് എഴുതാനേ അറിയോ, വായിക്കാൻ അറിയില്ലല്ലേ? എനിക്ക് വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ. പിന്നെ ക്ലേ കൊണ്ട് സാധനം ഉണ്ടാക്കാനും വർത്താനം പറയാനും മാത്രമേ അറിയുള്ളൂ. പക്ഷെ പാത്തു ഒരു സിനിമയില അഭിനയിച്ചു. അത് ഞാൻ എന്നുവെച്ചാ പെട്ടെന്ന് മഴ പെയ്തു. പെട്ടെന്ന് മഴ പെയ്തപ്പോ സ്റ്റാർ മങ്ങി. അപ്പൊ ആകാശത്ത് വലിയ റെയിൻബോ ഉണ്ട്. പുല്ലിന്റെ മുകളിൽ കയറിയിട്ട് ഈ മഴവില്ലിനെ തൊട്ടു. എന്നിട്ട് സ്റ്റാറിനെയും തൊട്ടു. സ്റ്റാറിന് ചൂടുണ്ടോ? സ്റ്റാറിന് തൊട്ടപ്പോ ചൂട് ചെറുതായിട്ട്. ഓക്കെ, അതെങ്ങനെയുള്ള ആകാശം എങ്ങനെയാ തൊടുമ്പോ എങ്ങനെയാ? ഈ മരത്തില് മാങ്ങ ഉണ്ടായിരുന്നു, പച്ചമാങ്ങ. ഇതും കൂടി തന്നു. ഇത് ആകാശത്തിന്റെ ഒരു കഷ്ണവും ഒരു കഷ്ണം മാങ്ങയും കൂടെ നമ്മളങ്ങ് തിന്നു. പേടിക്കുന്ന സ്വപ്നം ഏതാ? ഇടി വെട്ടുന്ന നേരത്തെ നക്ഷത്രം ഓടിയിട്ട് വീട്ടിൽ കയറി ഇരിക്കുന്നത്. തെയ്യം ഇഷ്ട? എങ്ങനെയാ തെയ്യം? കല്ല് ചങ്കലൊക്കെ ഇട്ടിട്ട് ആണോ? നല്ല ഭംഗിയല്ലേ കാണാൻ? മനുഷ്യനെ ശരിക്കും ആണോ? ചങ്കറിനെ കാണാൻ തോന്നുമ്പോ ഞാന് ഒരു ബ്ലോഗ് ചങ്കറിനെ ഉണ്ടാക്കും, എന്നിട്ട് കാണും. എനിക്ക് സമാധാനം കിട്ടിയില്ലേ ഞാൻ സാധാരണ വിളിച്ചത്. ചേടാ, അപ്പൊ ഈ സമാധാനം കിട്ടാണ്ടാവണത് എപ്പളാ? ഇവൻ എന്നെ ഒറ്റയ്ക്കിടാൻ ഇരിക്കാൻ വിടൂല. എല്ലാ നേരത്തും ചേച്ചേ 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 വിളിച്ചോണ്ട് ഞാൻ കണ്ണ് പൂട്ടാൻ പോകുമ്പോ ചേച്ചേ പാട്ടുപാടി തരോ, ചേച്ചേ കഥ പറഞ്ഞു തരോ. ഈ സമാധാനം എന്ന് വെച്ചാ എന്താ? നക്ഷത്രത്തിന്റെ മുകളിൽ ഇരിക്കുന്നതും പിന്നെ ചായ ഒടിച്ചിട്ടിരിക്കുന്നതും മേഘത്തിന് തിന്നുന്നതൊക്കെ, അതൊക്കെയാണ് സമാധാനം. മൈന. ആ, മൈനന്റെ കണ്ണ് കണ്ടോ? മഞ്ഞ കളർ അല്ലേ? മഞ്ഞക്കണ്ണ. എന്റെ കുക്കുണ്ടല്ലേ ഓറഞ്ച്. മയില് ശബ്ദം ഉണ്ടാക്കിയോ? എങ്ങനെയാ? വേറെന്തൊക്കെ സ്വപ്നങ്ങളാ കാണുക? വേറെ കുറുക്കന് ഡാൻസ് കളിക്കുന്നതാണ്. പിന്നെ കുറുക്കൻ മാലാഖേ. Adventures of Pathu and Shankaran. The Adventures of Pathu and Shankaran. Yes. ഒത്തിരി പടം പച്ച വിരിച്ച പൂവിന് പോകണ്ടേ, ഒത്തിരി ഒത്തിരി മുത്ത് കൊടുത്തൊരു തത്തെ കാണണ്ടേ. ആഹാ, പാത്തു ചെയ്തതാട്ടോ അതൊക്കെ. കടലാണോ അത്? വേവ്സ് ആണോ? കണ്ടോ? എവിടെ? അതില് സ്റ്റാർ ഫിഷും ഉണ്ട്, വേവ്സും ഉണ്ട്. ഇതെന്താ ഈ ഡോട്ട് ഡോട്ട്? എന്താ? ആ, കല്ല്. ഇതെന്ത് പെയിന്റാ? പെയിന്റ് അല്ല, മാർക്കർ കൊണ്ട് ചെയ്തതാ. ഓ ശരി ശരി, മാർക്കർ ആണല്ലേ. ചങ്കരം വരച്ചത് കുത്തി വരച്ചിട്ടു. ഈ കേക്ക് പാത്തു ഉണ്ടാക്കിയ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കേക്കാണ് അല്ലേ? നാട് നിറയെ ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടോ എല്ലാത്തിന്റെ കൊട്ടേഷൻ പിടിച്ചിട്ട് കേക്ക് ഉണ്ടാക്കി തരാം. ശരി, ചേട്ടൻ പട്ടിയും ബർത്ത്ഡേ ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിക്കും.
താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കേക്ക്. ആൾക്കൊരു കപ്പ് സെറ്റ് ഉണ്ട്. അത് പോയാൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും അറിയില്ല. പച്ച കപ്പില് മൈദ, ചുവന്ന കപ്പില് പഞ്ചസാര, അല്ലാണ്ട് ഇതിന്റെ മെഷർമെന്റ് എന്താന്ന് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അത് നോക്കി വെച്ചിട്ടുള്ളതാണ്. 2 മുട്ട എടുത്തു കഴിഞ്ഞാൽ പച്ച കപ്പില് മൈദ, അതാണ് ആളുടെ കണക്ക്. 2 മുട്ട 3 മുട്ട ആയ പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഹാപ്പി ആയി. വേറെ കേക്ക് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അതെന്തൊക്കെയാ? കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കേക്ക്? മഷ്റൂം കേക്ക്. ആ, അതെങ്ങനെയാ? എന്റെ ഉണ്ണിന്റെ പിറന്നാളിന് ഉണ്ടാക്കിയതാ. ആണോ? അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയേ? മഷ്റൂം വെച്ച അതിന്റെ മേലെ? അതെങ്ങനെ മഷ്റൂം എങ്ങനെ ഉണ്ടാക്കുക? മഷ്റൂമിന്റെ ഷേപ്പ് ആദ്യം മൈദപ്പൊടി എടുക്കുക. ചുവന്ന കളറാക്കണമെങ്കിൽ ബീട്രൂട്ട് പിഴിയണം ചേർന്നിട്ട്, എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വേറെ എക്സ്ട്രാ വൈറ്റ് കളറില്ലേ മൈദപ്പൊടി, അതെടുത്ത് അതിന്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഒട്ടാക്കണം. എന്നിട്ട് വെച്ചാ മതി. എന്നിട്ട് ഇത് നമ്മള് അതിന് വെള്ള ചോക്ലേറ്റ് ഇല്ലേ പോലത്തെ, അത് അതിന്റെ ഉള്ളിൽ കുത്തിവെക്കും. അടിയില് വെള്ള ചോക്ലേറ്റും മേലെ റെഡ് കളറും അല്ലേ? വന്ന ഐഡിയ ആണല്ലോ. എന്നിട്ട് അടിയില് ഇത് കൊള്ളി വെക്കും. എന്നിട്ട് ടൂപ്പിക്ക് വെച്ചാൽ ടൂത്ത്പിക്ക് വെച്ചാൽ അതവിടെ അങ്ങനെ ഫിറ്റ് ആയിക്കോളും. എന്നിട്ട് കേക്കിൽ കുത്തി വെക്കും. മേലെ തൊപ്പി പോലെ മഷ്റൂം റെഡ് കളറ്. എന്നിട്ട് ഇത് ക്രീം തൂക്കും, മൈദപ്പൊടിയില് ഗ്രീൻ ആക്കും. എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ പൊടിയാക്കിയിട്ട് വട്ടത്തിലും എന്റെ മഷ്റൂമിന്റെ ചുറ്റും. അപ്പൊ പുല്ല് പോലെ തോന്നും അല്ലേ? പുല്ലില് മഷ്റൂം നിക്കുന്ന പോലെ. നല്ല ഐഡിയ. പിന്നെ എന്നിട്ട് ചോക്ലേറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചത് നാളെ എടുത്തിട്ട് അതിന്റെ വേര് പോലെ വെക്കും അടിയില്. അതിലിങ്ങനെ സൈഡിൽ. അപ്പൊ ശരിക്ക് ഒരു പറമ്പിലൊക്കെ മഷ്റൂം നിക്കുന്ന പോലെ അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നോ ശരിക്കും ഉണ്ടാക്കിയപ്പോ? അങ്ങനെ തോന്നിയില്ലേ? അപ്പൊ തിന്നാൻ തോന്നൂല്ലല്ലോ, ഇതൊക്കെ മുറിക്കണ്ടേ അല്ലേ? ചങ്കര മുറിക്കണ്ടോ മൊത്തത്തിലെടുത്ത് മഷ്റൂം ഒക്കെ. ആ കുഞ്ഞു നീല മഷ്റൂം സൈഡിൽ ഉണ്ടായിരുന്നു, അത് മൊത്തം തീർത്തു. ആണോ? നീല കളർ അതെന്താ? ശംഖുപുഷ്പം. ആണോ? ഇവിടെ ഉണ്ടോ ശംഖുപുഷ്പം? ആ, എപ്പോഴും ശംഖുപുഷ്പം ഇട്ടിട്ടാ വെള്ളം കുടിക്കുക? ചില നേരത്ത്. ഈ പുസ്തകത്തിന്റെ കഥ പറഞ്ഞു തരുമോ എനിക്ക്? ഇതെന്താ സംഭവം? ഇതാരുടെയാ പുസ്തകം? എന്റെ അമ്മൂടെ. അമ്മൂന്റെ. ഇത് ഞാൻ വരച്ചതാ. ഓയിൽ പേസ്റ്റ് മൊത്തം. ഓയിൽ പേസ്റ്റ് ആണ് മൊത്തം. ഓക്കെ. ഇതെന്താ? ഇത് വീട്, ഇത് മരം, ആകാശം, ഇത് ചെടി, ഇത് നക്ഷത്രം, ഇത് മഴ, ഇതെന്താ? ഇത് ജനല. ജനല് തുറന്നിട്ടിരിക്കുകയാണോ? മഴ കാണാൻ. മഴ കാണാൻ വേണ്ടി തുറന്നിട്ടതാ. ഓക്കെ. മഴ പെയ്യുന്നുണ്ട്. വാതിലടച്ചിട്ടിട്ട് ജനലിൽ കൂടെ അങ്ങനെ മഴ നോക്കുക അല്ലേ? അങ്ങനെ ചെയ്യാറുണ്ടാ? എവിടെ ഇരുന്നിട്ട്, ഈ വീട്ടിൽ എവിടെ ഇരുന്നിട്ടാ മഴ കാണുക? അത് ജനല് തുറന്നിട്ടിട്ട് കാണും അല്ലേ? ഇഷ്ടം മഴ എല്ലാ ദിവസവും ചെയ്യോ? ആഹാ. ഇവിടെ മഴ പെയ്തപ്പോളേ വെള്ളം കയറിയായിരുന്നോ? ആണോ? എന്നിട്ടോ ഇത് ഇവിടെയൊക്കെ വന്നോ? അപ്പൊ പാത്തു എന്ത് ചെയ്തു? ഫ്രണ്ടിൽ മാത്രം. എവിടെ നിന്നുള്ള വെള്ളം അത്? പാടത്തുനിന്നാ? ഡാം തുറന്ന വെള്ളം വന്നപ്പോ എവിടം വരെ കയറി വെള്ളം? അതിന്റെ
കുറച്ച് മുകളിൽ വരെ നിറച്ച സോളായിരുന്നു. എന്നിട്ട് എന്റെ ചങ്കരനെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വെള്ളത്തിൽ വീണു. അയ്യോ, എന്നിട്ട് സൈക്കിള് വെള്ളത്തിൽ പോയോ? സൈക്കിള് ഈ സ്റ്റെപ്പിന്റെ ഇവിടെ ഉണ്ടായിരുന്നു, അവൻ വെള്ളത്തിൽ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പോയി ഓടിപ്പോയിട്ട് എടുത്തോ ശങ്കരനെ? തലയില് നിറച്ച് ആ സോള. അപ്പൊ തന്നെ പോയി കുളിച്ചു മുടിയെത്തി, മുടിയും വെട്ടി. അപ്പൊ പാത്തു എന്ത് ചെയ്യായിരുന്നു? സ്റ്റെപ്പില് ചുണ്ട് തട്ടി വീണു. ആര്? ചങ്ങല. അയ്യോ, മുറിഞ്ഞു. അയ്യോടാ. എല്ലാ ദിവസം പറ്റും എന്തെങ്കിലുമൊക്കെ. കുറുമ്പാണോ അവൻ? എന്തൊക്കെ കുറുമ്പാ കാണിക്കുക? എന്തൊക്കെ കുറുമ്പാ കാണിക്കുക? അവൻ പറഞ്ഞില്ലേ എന്നെ പോലെ സാധാരണ വിളിച്ചത്. എന്നെ പോലെ സാധനം വലിച്ചെറിയോ? അപ്പൊ ഞാനും സാധനം വലിച്ചെറിയോ? എനിക്ക് സമാധാനം കിട്ടിയില്ലേ ഞാൻ സാധാരണ വലിച്ചെറിയും. ചേടാ, അപ്പൊ ഈ സമാധാനം കിട്ടാണ്ടാവണത് എപ്പളാ? ഇവനെ ഒറ്റക്കിടാൻ ഇരിക്കാൻ വിടൂല. എല്ലാ നേരത്തും ചേച്ചേ 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 എന്ന് വിളിച്ചോണ്ട് ഞാൻ കണ്ണ് പൂട്ടാൻ പോകുമ്പോ ചേച്ചേ പാട്ടുപാടി തരോ, ചേച്ചേ കഥ പറഞ്ഞു തരോ. അല്ല, അപ്പൊ നല്ല ചേച്ചിയാണല്ലോ. ശങ്കരന് കഥ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടി കൊടുക്കും അല്ലേ? ചങ്കരനെങ്ങാനോ ഒരു ദിവസം ചങ്കരൻ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുമായിരുന്നു. ഞാന് ഇല്ലേ കുറച്ചേരം കഴിയുമ്പോഴത്തേക്കില് കട്ടേന്ന് താഴെ വിടും. എന്നിട്ട് ശങ്കരൻ സ്വപ്നം കണ്ടപ്പോ പാത്തൂരുണ്ട് കട്ടിൽ നിന്ന് താഴെ വീണു. എന്നിട്ട് ശങ്കരൻ എന്ത് സ്വപ്നം കണ്ടത്? ശങ്കരനിങ്ങനെ കുറുക്കനെ പാട്ട് പാടുന്ന സ്വപ്നം കണ്ട് കുറുക്കൻ പാട്ട് പാടുന്ന സ്വപ്നം? അതുകൊണ്ട് കിടന്നുറങ്ങി. നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിലാണോ കിടക്കണേ? അപ്പൊ ശങ്കരൻ പേടിയൊക്കെ ആവുമ്പോ ചേച്ചി എന്ന് വിളിക്കോ? അവൻ എന്റെ കാലിന്റെ ചൊട്ടി വന്ന് കിടന്നു. അപ്പൊ പാത്തൂന് പേടിയാവുമ്പോ എവിടെയാ പോയി കിടന്നുറങ്ങുക? അവന്റെ മേത്ത്. പാത്തു ശങ്കരന് എന്ത് കഥയാ പറഞ്ഞു കൊടുക്കുക? ആനന്റെ കഥ പറഞ്ഞു കൊടുക്കും. ആരുടെ? ആന. എന്ത് കഥയാ അത്? എനിക്ക് പറഞ്ഞു തരോ? എനിക്ക് പറഞ്ഞു തരോ? ഒന്ന് പറഞ്ഞു നോക്കട്ടെ ആനയുടെ കഥ. ആന ഒരു ദിവസം വെള്ളത്തിൽ ഉരുണ്ട് താഴു. ആന എങ്ങോട്ട് പോവായിരുന്നു? ഇത് കുളത്തിൽ കുളിക്കാൻ. ആനക്ക് നീന്തറിയില്ലല്ലോ. ആന ഉരുണ്ട് താഴു. അടിയില് നിറച്ച് ഇത് ആ സോളായിരുന്നു. ആ സോളാല് വീട്. അപ്പൊ ഞാൻ കൊടഞ്ഞു തിരിച്ച് വെള്ളം കയറി വന്നിട്ട് അപ്പൊ ഒരു കൊരങ്ങ് നടന്നിട്ട് എന്താണെന്ന് എനിക്ക് നീന്താറിയെന്ന് പറയൂ ചോദിച്ചു. അപ്പൊ ആന വെള്ളം തെറിപ്പിച്ചു കുറുക്കന്റെ മേത്തിക്ക്, അല്ല കുരങ്ങന്റെ മേത്തിക്ക്. അപ്പൊ തിരിച്ചു വെള്ളം തെറിപ്പിച്ചു കുരങ്ങൻ. എന്നിട്ട് അങ്ങനെ അവര് വെള്ളം തെറിപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും തെളിപ്പിച്ച് കളിച്ചു. എന്നിട്ട് ഒരു ഹിപ്പോ വന്നു. ഹിപ്പോ വന്നപ്പോ അവര് ഓടി, രണ്ടാളും ഓടി. ഹിപ്പോനെ കണ്ടപ്പോ പേടിയായി. എന്നിട്ട് അപ്പൊ ഹിപ്പോ വെള്ളത്തിൽ ഇറങ്ങി. എന്നിട്ട് അതെ കൊമ്പിങ്ങനെ അവിടേക്ക് നീട്ടി. അപ്പൊ അവര് കൊമ്പിന്റെ മുകളിൽ കയറി. ആനയും കുരങ്ങനും. എന്നിട്ട് ഹിപ്പോ ഉണ്ടല്ലോ, ഹിപ്പ അവരാ ആകാശത്ത് എത്തിച്ചു, തട്ടിയിട്ടു ആണോ? എന്നിട്ട് അവര് ആകാശത്തേക്ക് ഇറങ്ങി. എന്നിട്ട്
ആകാശത്ത് കിടന്ന് ഉറങ്ങിയിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു? അമ്പിളി വന്നിട്ട് അവരെ ഇക്ലിയാക്കിയപ്പോ അമ്പിളിനെ തിരിച്ചിക്ലിയാക്കി. എന്നിട്ട് അവരുടെ കളിയായിട്ട് ക്രോക്കഡൈൽ വന്നു. അത് എന്നിട്ട് ഓടി. അതെന്നെ ഓടിയപ്പോ അത് പിടിച്ചിട്ടുണ്ടല്ലോ. പിടിച്ചിട്ട് അവര് പറന്നൊരു മരത്തി തെങ്ങില്. ആകാശത്ത് എവിടെയാ മരം? അല്ല, തെങ്ങില് വീണു. മേലെന്ന് താഴെ വീണു, തെങ്ങിന്റെ മേലെ വീണു. എന്നിട്ട് അപ്പൊ കണ്ണ് നോക്കുമ്പോ തെങ്ങല്ല, ഊഞ്ഞാലാണ്. ഊഞ്ഞാലില് കണ്ണാടി. അത് കൊള്ളാം. കണ്ണൂർ നോക്കിയപ്പോ അത് തെങ്ങല്ല, ഊഞ്ഞാൽ. എന്നിട്ട് ഊഞ്ഞാലാടി. എന്നിട്ട് അവിടുന്ന് വേറെ സാധനം വന്നു. എന്നിട്ട് ഓടി. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ കുളിക്കാൻ പോയ ആന അവസാനം തെങ്ങിന്റെ മേലേന്ന് താഴെ വന്നിട്ട് പോയി, വീട്ടിലേക്ക് പോയി അല്ലേ? അപ്പൊ കുരങ്ങനോ? കുരങ്ങന്റെ വീട്ടിൽ പോയി. ഓക്കെ. അപ്പൊ അമ്പിളിന്റെ വീട്ടിൽ പോയി. അപ്പൊ ഒരു ഹിപ്പോടെ വീട്ടിൽ പോയി. ഓക്കെ. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയി, സമാധാനായി. ശങ്കറിന് ഏറ്റവും ഇഷ്ടമുള്ള കഥ ഏതാ? ചേച്ചി പറയുന്ന ഏത് കഥയാണ് ശങ്കറിന് ഏറ്റവും ഇഷ്ടം? ഈ കഥയാണോ? ആണോ? പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ആനന്റെ കഥ എപ്പോഴും പറയാ? അതല്ലാത്ത വേറെ ഏത് കഥയാണുള്ള? എപ്പോഴാണ് കഥ അറിയുമ്പോ അവനിങ്ങനെ ഉറങ്ങും. പിന്നെ ഏത് പാട്ടാ പാടി കൊടുക്കുക? ഒത്തുവള്ളി നോക്കട്ടെ. എപ്പോഴും പാടും. ആണോ? അപ്പൊ അവന് ഓടി വന്നിട്ട് എന്റെ മടിക്കെടുത്തിറങ്ങും. ആണോ? ഇഷ്ടാണ്. ആണോ? പാത്തുവിന് ഇഷ്ടാ? പാത്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഒത്തുപള്ളിയാ? ആരാ പഠിപ്പിച്ചെന്നെ ഒത്തുപള്ളി? അമ്മ. അത് പാടുവോ? പൊന്നു പാടുവോ? ഇങ്ങനെ ഇരുന്നിട്ടാ പാടുക? ഓക്കെ. ഞാൻ ഇങ്ങനെ ഇരുന്ന് പാടിക്കൊടുക്കും. ഓക്കെ. ഇനി ഈ പാട്ട് കേട്ടിട്ട് നമ്മളൊക്കെ ഉറങ്ങുമോ? ഇനി ഞാൻ ഉറങ്ങി പോവോ? ആണോ? അതാ ചോദിച്ചത്, ഞാൻ ഉറങ്ങി പോവോ പാത്തുന്റെ പാട്ട് കേട്ടിട്ട്? ഓക്കെ, വേറെ വലിയ താരാട്ടുപാട്ടുണ്ട്. അറിയോ? അതേതാ? അത് മുല്ലപ്പൂവിന്റെ പാട്ടാ. അതും പാടാം, ഓത്തുപള്ളിയും പാടാം. ആദ്യം നമുക്ക് ഓത്തുപള്ളി പാടാം. ഓക്കെ. ഓത്തുപള്ളിയിലന്ന് നമ്മള് പോയിരുന്ന കാലം, ഒട്ടു കണ്ണീർ വാർത്തു കയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്ക് കെട്ടിയ നെല്ലിക്ക, കണ്ടു ചൂരൽ വീശില്ലേ നമ്മുടെ മുല്ലാക്ക. പാഠപുസ്തകത്തിന്മായി പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞ് പണ്ട്. ഇപ്പഴാ കഥകളെ നീ അപ്പടി മറന്ന്. ഉപ്പുകൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്. മുല്ലപ്പൂവിന്റെ പാട്ടേതാ? മുല്ലപ്പൂവിന്റെ പാട്ടേതാ? അത് കൊറേ ഉണ്ട്. നോക്കട്ടെ. മുല്ലപ്പൂവെ നീ വിരിഞ്ഞു നിൽക്കും, അത് കറങ്ങി നടക്കും നേരം. ഉള്ളതൊന്നും അല്ലല്ലേ നീ കറങ്ങി നടക്കും നേരം എന്നൊക്കെ. സിനിമാ പാട്ടൊക്കെ അറിയാവോ? ഇല്ല. അംഗൻവാടിയിൽ പഠിച്ച പാട്ടറിയാം. നോക്കട്ടെ. മിന്നാ മിന്നി ഇത്തിരി പൊന്ന് മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാ തുമ്പി കാഞ്ചല തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. ഒന്നാമത്തെ തോണിയിലേറി ഒന്നാരമ്പിളി വന്നിറങ്ങുമ്പോൾ തന്നിടാം ഒരു പൊന്നാല. പുത്തരിപ്പടം പച്ച വിരിച്ച പൂവിന് പോകണ്ടേ, ഒത്തിരി ഒത്തിരി മുത്തു കൊടുത്തൊരു തത്തെ കാണണ്ടേ. നല്ല
മണത്ത് ചെമ്പകം പൂത്തില്ലേ മമാപ്രാവ് പറന്നില്ലേ വെള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട് പുള്ളിപ്പശുവിടെ പാലുണ്ട് പുസ്തകത്താളിനൊളിച്ചക്ക് പിന്നെ പത്തരം മാറ്റുണ്ട്. അത് തകർത്തു. സൂപ്പറായിട്ടുണ്ട് കേട്ടാ. പൂതപ്പാട്ടിന്റെ ഒരു 4 വരിയും കൂടി പാടിയുണ്ടല്ലോ, സൂപ്പറായിരിക്കും. പൊളിക്കും നമ്മള്. എനിക്കറിയില്ല. പാടും കണ്ടം അരുകിലൂക്കളി ചരക്കീടം സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ട്? അംഗൻവാടി ആണോ നല്ലത്, സ്കൂൾ LKG ആണോ നല്ലത്? LKGയില് സ്ലൈഡ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്, അങ്ങനെ കൊറേ സാധനം കളിക്കാൻ അല്ലേ? അംഗൻവാടിയിൽ എന്തൊക്കെയാ ഉള്ളേ? അവിടെ എന്തൊക്കെയാ പഠിപ്പിച്ചിരുന്നേ? അവിടെ എന്തൊക്കെയാ പഠിപ്പിക്കുക? അവിടെ ABCD മൊത്തം പഠിപ്പിക്കും. പിന്നെ ABCD ഫുൾ അറിയോ? ABCD ഫുള്ള് പഠിച്ചോ? എഴുതാനറിയില്ല. ABCD മൊത്തം പറയാനറിയും. നോക്കട്ടെ. ABCDEFGHIJKLOPQRSTUVWXYZ. What does it smell like? Hug. Vanilla. It smells like hugs. Okay. Oh, why does baking powder taste like this? What does it taste like? Like a sad surprise. Baking powder is sad surprise, Patu. Okay. അംഗൻവാടിയിൽ കുറെ പാട്ടൊക്കെ പഠിപ്പിക്കുമല്ലോ, അതേതായിരുന്നു? അതേതായിരുന്നു? മറന്നിട്ടൊന്നുമില്ല, ഒരെണ്ണം ഓർമ്മയുണ്ട് അല്ലേ? അതേതാ? ഞങ്ങള് കളിക്കുന്ന പാട്ട് അറിയുള്ളൂ. അതേതായിരുന്നു? ഏത് പാട്ട് വെച്ചിട്ട് കളിക്കുക? ഏതാ പാട്ടാ? ഞങ്ങളുടെ പാട്ട് കളിക്കും. അതേതാ? വട്ടം വട്ടം നാരങ്ങയുണ്ട്. നോക്കട്ടെ. അതെ, 2 പാട്ടുണ്ട്. നോക്കട്ടെ. 2 പാട്ടേ പഠിച്ചിട്ടുണ്ട്. മതി, നോക്കട്ടെ. വട്ടം 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 നാരങ്ങ കൊത്തി കൊത്തി തിന്നുമ്പോ എന്താ സിനിമിണ്ടാത്ത എന്നിട്ട് വട്ടത്തിലിങ്ങനെ ഓടി കളിക്കുക അല്ലേ? കളികൾക്കൊന്നും ഒരു മാറ്റമില്ല കുഞ്ഞെ, പണ്ടും ഇതൊക്കെ തന്നെയായിരുന്നു. ഇതിന്റെ കഥ പറഞ്ഞുതരോ? ഇത് കഥയാണോ? ഇത് എഴുതി വെച്ചത് കഥയാണോ? പാത്തു എഴുതിയതാണോ ഈ കഥ പറഞ്ഞു തന്നെ? കഥ എനിക്ക് വായിക്കാറില്ല. പിന്നെ ആരാ എഴുതിയത്? ഞാൻ തന്നെ എഴുതിയത്. എനിക്ക് വായിക്കാറില്ല. എനിക്ക് എഴുതാനേ അറിയോ, വായിക്കാനും അറിയില്ലല്ലേ? ഈ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചേ നോക്കട്ടെ. I T S എന്നുവെച്ചാ ഇറ്റ് ഇസ് A L M O S T എന്നുവെച്ചാ house. ഓൾമോസ്റ്റ്. അല്ല, പറഞ്ഞു തന്നാ മതി. ഈ കഥ, ഇതിലെ കഥ പറഞ്ഞു തന്നാ മതി. വീട്ടില് ഞാനും അമ്മയും അച്ഛൻ പണിക്ക് വയ്ക്കാം, ശങ്കരൻ ഇത് കണ്ണൂര് വയ്ക്കാം. ഓക്കെ. വീട്ടില് അമ്മുവും പാത്തുവും മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോള് പെട്ടെന്ന് മഴ പെയ്തു. ഓക്കെ. പെട്ടെന്ന് മഴ പെയ്തപ്പോ ഞാൻ ജനൽ തുറന്നോക്കി. ജനൽ തുറന്നപ്പോ മേളില് ഇങ്ങനെ 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 ആയിട്ട് സ്റ്റാർ ഇരിക്കുന്നു. അപ്പോ ഞാന് ഒരു ഇന്ത്യന്റെ ബെൽറ്റ് ഉണ്ട്. ഓറിയോൺ അല്ലേ? ഓറിയോന്റെ ബെൽറ്റ് ഉണ്ട്, കണ്ടോ? 3 സ്റ്റാർസ്. എന്നിട്ട് അപ്പൊ പെട്ടെന്ന് മഴ പെയ്തു. പെട്ടെന്ന് മഴ പെയ്തപ്പോ സ്റ്റാർ മങ്ങിയപ്പോ ഞാൻ
വടിയെടുത്ത് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോ മഴ ഓൾമോസ്റ്റ് കഴിയാനേ. ഓക്കെ. അപ്പൊ ആകാശത്ത് വലിയ റെയിൻബോ ഉണ്ട്. രാത്രിയോ? രാത്രിയോ? പകല്? ഓക്കെ. അപ്പൊ ഞാൻ മരത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് ഈ ആകാശത്തിനെ തൊട്ടു. ഭയങ്കര സംഭവമാണല്ലോ. ഈ പുല്ലിന്റെ മുകളിൽ കയറിയിട്ട് ഈ മഴവില്ലിനെ തൊട്ടു. ഈ മരത്തിന്റെ മേലെ കയറി ആകാശത്തിനെയും തൊട്ടു, ഈ പുല്ലിന്റെ മേലെ കയറി നമ്മൾ റെയിൻബോനെയും തൊട്ടു. പിന്നെ റെയിൻബോനെയും തൊട്ടു, ഈ മേഘത്തിനെയും തൊട്ടു, ഇതിനെയും തൊട്ടു, മഴേനെയും തൊട്ടു. എന്നിട്ട് സ്റ്റാറിനെയും തൊട്ടു. സ്റ്റാറിന് ചൂടുണ്ടോ? സ്റ്റാറിന് തൊട്ടപ്പോ ചൂട് ചെറുതായിട്ട്. ഓക്കെ. ആകാശത്തിന് തൊട്ടപ്പോ എന്താ തോന്നിയേ? അതെങ്ങനെയല്ല ആകാശം എങ്ങനെയാ തൊടുമ്പോ എങ്ങനെയാ? അയച്ചോടാ. പിന്നെ അപ്പൊ ഞാന് ഇതിന്റെ ഒരു കഷ്ണം പറിച്ച് തിന്നു. ആകാശത്തിന്റെ മധുരാണോ? മധുരാണോ ഉള്ളേ? വൈറ്റ് കളറാണോ? പഞ്ഞിമിഠായി വൈറ്റ് കളറാണോ? ബ്ലൂ. ഭയങ്കര ടേസ്റ്റാ. ഓക്കെ. എന്നിട്ട് ഈ മരത്തില് മാങ്ങ ഉണ്ടായിരുന്നു, പച്ച മാങ്ങ. ഇതും കൂടി തന്നു. അതായത് ആകാശത്തിന്റെ ഒരു കഷ്ണം മാങ്ങയും കൂടെ നമ്മളങ്ങ് തിന്നു. ഓക്കെ, അത് കൊള്ളാം. അപ്പൊ എന്റെ വായില് വെള്ളം ചെന്നു. കൊതിയായിട്ടാണോ? അത് പറയുമ്പോ എന്റെ വായിലും വെള്ളം വരുന്നു, കൊതിയായിട്ട്. എന്നിട്ട് ജനലൊന്നും ഇട്ടായിരിക്കും. ഉള്ളിൽ നോക്കിയപ്പോ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. അപ്പ അമ്മ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അപ്പ വന്നത് നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ആകാശത്ത് പോയതല്ലേ. ഓക്കെ. എന്നിട്ട് അപ്പൊ ഞാൻ ഓടി ചെന്നകത്ത് അപ്പടെ പുറത്തേറിയിട്ട് അപ്പനെ വിളിച്ചിട്ട് അപ്പ കണ്ടു പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അതെ, ഇത് തിന്ന കാര്യമൊക്കെ പറഞ്ഞു. മാങ്ങയും ആകാശവും കൂടെ തിന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇത് അപ്പനെ അതൊക്കെ കാര്യം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പ അത് അതേപോലെ ചെയ്തു. അപ്പയും ചെയ്തോ? ആകാശവും മാങ്ങയും കൂടെ തിന്നോ അപ്പയും? അത് ശരി. എന്നിട്ട് അമ്മൂനെയും കൊണ്ടുപോയി നമ്മള്. അപ്പൊ ശങ്കരൻ എവിടെ പോയി? ശങ്കരൻ കണ്ണൂര്. ശങ്കരൻ വന്നിട്ടില്ലല്ലേ. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ്. ഓക്കെ. അപ്പൊ നമ്മൾ അകത്ത് ചെന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ട് അമ്മൂന്റെ ക്ലാസ് കണ്ട. എന്റെ ക്ലാസ്സില് പർപ്പിളാണ്. പാത്രവും പിങ്ക, പിന്നെ കപ്പും പിങ്ക, കളറ് പർപ്പിള്. അതിന്റെ ഉള്ളിലൊരു പർപ്പിൾ ഉണ്ട്. ഉള്ളിൽ ചായ അല്ല, കപ്പിന്റെ മേലെ ഒരു പർപ്പിൾ കളർ ഉണ്ട്. ഓക്കെ. ഉള്ളില് ചായ. ഉള്ളില് വേറെ കളറുണ്ട്. ഓക്കെ. ആ കളർ ഏതാന്നറിയോ? ഇല്ല. ആ കളറ് ഗ്ലിറ്റർ ഗോൾഡൻ ആണ്. ബാപ്പരെ ബാപ്പ്. ഗ്ലിറ്റർ ചെയ്യോ അത്? മിന്നും. അപ്പൊ ചായ ഒഴിക്കുമ്പോ ചായയില് മിന്നുന്ന ചായ. ഓക്കെ. എന്നിട്ട് പുകയാണോ അത്? ചൂടാണോ ഇത്? ആവി വരുന്നുണ്ട് ട്ടാ. എന്നിട്ട് ഇതിലും ആവി വരുന്നുണ്ടല്ലോ. എന്നിട്ട് കുടിച്ചോ നിങ്ങൾ രണ്ടുപേരും? ചായ കുടിച്ചു. അപ്പൊ അപ്പ എന്ത്? അപ്പ കാപ്പി കുടിക്ക. ഇത് ചായയാണ് കേട്ടാ. അപ്പൊ അപ്പക്ക് കാപ്പി എവിടെ? അപ്പ വേറെ അപ്പയുടെ റൂമിൽ ഇങ്ങനെ സമാധാനത്തിരുന്ന് ചായ കുടിക്കും. സമാധാനമാണ് നമ്മുടെ പ്രശ്നം അല്ലേ? ഈ സമാധാനം എന്ന് വെച്ചാ എന്താ? ഈ സമാധാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പാത്തുന്റെ മനസ്സിൽ എന്താ തോന്നുക? സമാധാനം എന്താ തോന്നണേ? ഞാനിങ്ങനെ രാത്രി കിടന്ന ആകാശത്തിന്റെ നക്ഷത്രത്തിന്റെ മുകളിലിരിക്കുന്നതും പിന്നെ ചായ കുടിച്ചിട്ടിരിക്കുന്നതും മേഘത്തിനെ തിന്നുന്നതൊക്കെ, അതൊക്കെയാണ് സമാധാനം അല്ലേ?
നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴുള്ള സമാധാനം എന്തൊക്കെയാ? അതെ, അതാണ് വീട്ടിലിരുന്ന് ഞാൻ സ്വപ്നം കാണുന്നത്. ഇതൊക്കെ കാണും, അപ്പൊ സമാധാനം വരും അല്ലേ? എന്തൊക്കെ സ്വപ്ന കാണുക? ഈ സ്വപ്നമൊക്കെ വേറെന്തൊക്കെ സ്വപ്നങ്ങളാ കാണുക? വേറെ കുറുക്കന് ഡാൻസ് കളിക്കുന്നതാണ്. പിന്നെ കുറുക്കൻ മാലാഖയെ കാണും. അതെന്താ സംഭവം? അതെന്താ സംഭവം? എന്താ കുറുക്കന് ഇത് മാലാഖയിട്ട് പട്ടടും. പട്ടിട്ട് ഡാൻസ് കളിക്കാൻ പോവും. ഏത് പാട്ട്? ഡാൻസ് കളിക്കാൻ പോവും. നല്ല ഡാൻസ് ആണോ? ഒറ്റയ്ക്കാണോ കുറുക്കൻ ഡാൻസ് കളിക്കാൻ പോണേ? പാട്ട് വെച്ചിട്ട് അല്ലേ? കാട്ടിലാണോ അതോ നമ്മുടെ വീട്ടിലാണോ? എവിടെയാ? കാട്. കാട്ടിൽ പോയിട്ടുണ്ടോ പാത്തു? പാടം പിന്നെ കാടല്ലേ? പാടം ഒരു കാടാണ്. പാടത്ത് പോയി എന്തൊക്കെയാ കാണുക? അവിടുത്തെ താറാവ് പോയി. എന്നാലും ആ കൃഷിയില് പൂക്കള് കാണും. യെസ്. അതേതാ പൂവ്? ആമ്പൽപ്പൂവാണോ? അതിന്റെ കളർ എന്താ? എന്റെ കളർ പെർപ്പിളാ. വെരി ഗുഡ്. പെർപ്പിളും യെല്ലോവും. ഓക്കെ. താമര ഉണ്ടോ അവിടെ? ആ പാടത്ത് താമര ഉണ്ടോ? താമര 2-3 ഇലകൾ വന്നിട്ടുണ്ട്, മുട്ട വന്നിട്ടില്ല. ഓക്കെ. നിറച്ചാമ്പലുണ്ടോ? നിറച്ചാമ്പലുണ്ടോ? നിറച്ചാമ്പല് വന്നിട്ടില്ല, 2-3 ബല വന്നിട്ടുള്ളൂ. പിന്നെ ആ വെള്ളത്തിൽ എന്തൊക്കെയുള്ളേ? പാടത്ത് ഇപ്പൊ വെള്ളമല്ലേ? വെള്ളമല്ലേ? നിറച്ച് ഒരു വട്ടത്തിലെ വെള്ളം. ആണോ? അവിടെ വഞ്ചിയൊക്കെ ഉണ്ടോ? അവിടുത്തെ തോണിയൊക്കെ പോയോ? തോണിയില്ല. ഇല്ല, നമ്മൾ കരയിൽ നിൽക്കും. അങ്ങനെയാണോ? അവിടെ പോയിട്ട് കരയിൽ നിൽക്കും. വെള്ളത്തിലിറങ്ങുമോ? വെള്ളത്തിലിറങ്ങുമോ? ഇറങ്ങാൻ പറ്റില്ല, മീനുള്ള വെള്ളാണ്. ആണോ? മീൻ പിടിക്കോ? അവിടെ ചൂണ്ടാൻ പോയിണ്ട്. ആണോ? പാത്തൂട്ടിട്ടുണ്ടോ? ചൂണ്ടയിട്ടിട്ടുണ്ടോ? ബാക്കി എല്ലാരും ഇട്ടിട്ട് പാത്തു നോക്കി നിൽക്കും. എങ്ങനെ ചൂണ്ടയിടുക? അതെ, ചൂണ്ട എടുക്കും. ചൂണ്ട എടുത്തിട്ട് അതിന്റെ കുളത്തിന്റെ അറ്റത്ത് ഒരു അരയിടും. അരെടുത്തിട്ട് ചൂണ്ടും. എന്താ സാധനം? മണ്ണീര. മണ്ണീര അല്ലേ? അതിനതിന്റെ മേലെ കൊളുത്തിയിടും. എന്നിട്ട് ചൂണ്ടും. ചൂണ്ടിട്ട് ഇങ്ങനെ കുറച്ചേരം ഇരിക്കും. അപ്പൊ വലിക്കും. അനങ്ങുമല്ലേ അത്? കൊത്തുമ്പോ നല്ലോണം കൊത്തുമ്പോ അപ്പൊ മീൻ കിട്ടി. എന്നിട്ട് പതുക്കെ പൊക്കും. അപ്പൊ അതിന്റെ അറ്റത്ത് മീനുണ്ടാവും. എന്നിട്ട് അതിനടുത്ത് അഴിക്കും. അഴിച്ചിട്ട് കറിലിടും. ഓക്കെ. എന്നിട്ട് അതെങ്ങോട്ട് കൊണ്ടുപോകും? എന്നിട്ട് അതെന്ത് ചെയ്യും? ആ മീനിനെ എന്ത് ചെയ്യും? എന്നിട്ട് വറുത്ത കറി വെച്ചു. എല്ലാ ദിവസവും ചൂണ്ടയിടാൻ പോവോ? എല്ലാ ദിവസവും സൺറൈസ് കാണാൻ പോവും. ചൂണ്ടയിടുന്ന 2 ദിവസം. ഓക്കെ. ഏത് മീനാ ഏറ്റവും ഇഷ്ടം? എനിക്ക് മീൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്ത്? കഴിക്കുമ്പോ എനിക്ക് ഛർദിക്കാൻ വരും. ആണോ? ഓക്കെ. പക്ഷെ ചെമ്മീൻ ഇഷ്ടമാണ്. ചെമ്മീൻ കഴിക്കും. ചെമ്മീൻ കഴിക്കുമ്പോ കുഴപ്പമില്ല. പിന്നെന്താ കഴിക്കാൻ ഇഷ്ടം? കഴിക്കാൻ ഏറ്റവും പിന്നെന്താ ഇഷ്ടം? എണ്ണയുള്ള ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. ആണോ? പിന്നെ വേറെ ഏത് സ്വപ്ന കണ്ടത്? വേറെ സ്വപ്നം, കുറുക്കന്റെ അല്ലാത്ത സ്വപ്നം? വാഴ ഉണ്ടല്ലോ. വാഴയോ? വാഴ ഒരു ദിവസം നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കുരുവിനെ കണ്ടു. കുരുവിക്ക് 2 പഴം കൊടുത്തു. ആ കുരുവിയെ വാഴയോട് താങ്ക് യു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വാഴയില് കുരുവി കൊണ്ടുപോയി. വാഴേനെയോ കൊണ്ടുപോയി? എവിടേക്ക് കൊണ്ടുപോയി? കുരുവിന്റെ വീട്ടിലേക്ക്. കുരുവിയുടെ വീട് എവിടെയാ? കുരുവിയുടെ വലിയ മരത്തിന്റെ പൊത്തിന്റെ അകത്താ. ഓക്കെ. അവിടേക്ക് വാഴേനെ കൊണ്ടുപോയി. എന്നിട്ട് വാഴേനെ ഒരു പൊത്തുണ്ടാക്കി കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ചു, നിർത്തി. അത്രേ ഉള്ളൂ. അത് കൊള്ളാം. അത് നല്ല സ്വപ്ന, വാഴ പൊത്തില് താമസിക്കുന്ന. പിന്നെ വേറെ? എന്നിട്ട് വേറെ പന്നീനെ കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടിട്ടുണ്ടോ? എവിടെന്നാ കണ്ടേ? കണ്ണൂരിന്ന്. ആണോ? അമ്മേന്റെ വീട് കണ്ണൂരിലല്ലേ? കണ്ണൂര് പോവാറുണ്ടോ? അവിടെ തെയ്യം കണ്ടിട്ടുണ്ടോ? ആണോ? തെയ്യം ഇഷ്ടാ? എങ്ങനെയാ തെയ്യം? എങ്ങനെയാ?
കാലില് ചങ്കലൊക്കെ ഇട്ടിട്ട് ആണോ? നല്ല ഭംഗിയല്ലേ കാണാൻ? തെയ്യത്തിന്റെ കളർ എന്താ? റെഡ്. പിന്നെ റെഡ് മാത്രം. ആണോ? തെയ്യത്തിന് അടുത്ത് നിന്നിട്ട് എന്തൊക്കെയാ ചെയ്തേ? തെയ്യം എന്തൊക്കെയാ ചെയ്തേ? ഞാൻ ഒരു ദിവസം ഗുളികന്റെ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ കണ്ടുപിടിക്കാൻ പോയി. എന്നിട്ട് അപ്പടെ പോയി. ആണോ? കൊറേ തെയ്യം കണ്ടിട്ടുണ്ടോ? നല്ല കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചു എന്നാലും അല്ലേ? മനുഷ്യനാ ശരിക്കും. ആണോ? ശരിക്കും മനുഷ്യനല്ലേ? ഇങ്ങനെ വേഷം അങ്ങനത്തെ അല്ലേ? ഇഷ്ടാണോ തെയ്യത്തിനെ? സ്വപ്നം കണ്ടിട്ടുണ്ടോ തെയ്യത്തിനെ? എന്താ സ്വപ്നത്തില് കണ്ടേ? ഇതാ ഒരു ദിവസം എന്റെ അടുത്തൊന്നും വെള്ളം തെറിഞ്ഞൊക്കെ കണ്ട് മൈന. മൈനന്റെ കണ്ണ് കണ്ടോ? മഞ്ഞ കളർ അല്ലേ? മഞ്ഞക്കണ്ണ. പിന്നെ എന്റെ കുക്കുണ്ടല്ലേ ഓറഞ്ച്. പിന്നെ ഏതൊക്കെ കിളികളെ അറിയാ? പിന്നെ മയില്. മയില് വന്നിട്ട് എന്താണ്ടായേ? ഇവിടേക്ക് വന്നോ മയില്? ഒരു മയില് ഇത്ര വലുതാണ്. ശബ്ദം ഉണ്ടാക്കിയോ? മയില് ശബ്ദം ഉണ്ടാക്കിയോ? എങ്ങനെ? മയില് വന്നിട്ട് എന്താ ചെയ്തേ? പീലി ആണോ? ചിറക്. പെൺമയിലായിരുന്നു അല്ലേ? ആൺമയിലിനെ കണ്ടിട്ടുണ്ടോ? പീലിയുള്ള മയിലിനെ കണ്ടിട്ടുണ്ടോ? എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒക്കെയപ്പോ അവിടെ നല്ല തിളങ്ങണ പൂവ് തലയില് നിറച്ചുണ്ടായിരുന്നു. തലയിൽ ഇങ്ങനെ. ഇവിടെ പിന്നെ ആരൊക്കെയാ വരിക? ഏതൊക്കെ കിളികളാ വരിക? എല്ലാ ദിവസവും ഇവിടെ മൊയില് വരും. ആണോ? കിളികള് വേറെ കിളികളൊക്കെ വരുമോ? എന്നിട്ട് ഒച്ചുണ്ടാക്കും. രാത്രി കുറുക്ക വന്നിട്ട് മയിലിന്റെ ഒച്ചുണ്ടാക്കും. താറാവുണ്ടോ പാടത്ത്? ആണോ? പാടത്ത് എന്താ ഉള്ളേ? കൊറ്റി ഉണ്ടോ? കൊറ്റി വെള്ള കളറിൽ കൊക്കുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടോ? നിറച്ച് കൊക്കുണ്ടോ? നിറയെ കൊക്കുണ്ടോ? പിന്നെ പാടത്ത് എന്തൊക്കെയാ? ആണോ? പാത്തു കടല് കണ്ടിട്ടുണ്ടോ? എവിടെന്നാ കണ്ടേ? ഞാൻ ബീച്ചിൽ പോയപ്പോ. എവിടത്തെ ബീച്ചില്? കണ്ണൂരാണോ? എറണാകുളത്താണോ? ആലുവത്തെ ബീച്ചില്. ആണോ? എന്നിട്ട് കടലിലിറങ്ങിയോ? പണ്ടെന്ന് പറഞ്ഞാല് നല്ല പണ്ട്. നല്ല പണ്ട്. ഓക്കെ. എന്നിട്ട് കടലില് പോയിട്ട് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. അപ്പൊ പണ്ട്. ബർത്ത്ഡേ എന്നാന്നറിയോ? എന്നാ? പണ്ടത്തെ എന്റെ ബർത്ത്ഡേ കൊറേ കാലം ഞാൻ ജനിച്ചപ്പോഴായിരുന്നു എന്റെ പണ്ടത്തെ ബർത്ത്ഡേ. കറക്റ്റ്. അതാണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അമ്മ അത് കണ്ടിട്ടിരിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാ? മിഠായി. അതേതാ? നാരങ്ങ മിഠായി. ആണോ? ഇവിടെ കിട്ടുമോ നാരങ്ങ മിഠായി? ആണോ? നാരങ്ങ മിഠായി എന്ത് കളറാ? നാരങ്ങ മിഠായി എന്ത് കളറാ? ഓറഞ്ച്. പിന്നെ ഒരു കളറും കൂടി ഉണ്ട്. യെല്ലോ. യെസ്. ഇതാരുടെ കസേരയാ? ചങ്കന്റെ. അച്ഛനോ? അതാര് ഉണ്ടാക്കിയതാണോ? ആരുണ്ടാക്കി? അപ്പ. പണ്ട്. പണ്ട് ചങ്കൻ നീ കസേരയിൽ ചാരിയിരുന്ന കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ വലുതായി അല്ലേ? എന്നിട്ട് ആസ്ട്രോനോട്ട് ഉണ്ട്, പിന്നെ മൂണുണ്ട്, പിന്നെ സ്റ്റാർ ഉണ്ട്, റോക്കറ്റ് ഉണ്ട്, കൊറേ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇടാറ്. സ്കൂളിൽ പോകുമ്പോ വേറെ ചെരുപ്പുണ്ട്.
ഇത് ഇവിടെയൊക്കെ നടക്കാൻ അല്ലേ, പറമ്പിലൊക്കെ നടക്കാൻ. പാടത്ത് പോകുമ്പോ ഇതാണോ ഇടുക? ആ, സ്കൂളിൽ പോന്ന ഈ ബ്ലാക്കാ, മൊത്തം ബ്ലാക്കാ. ഓക്കെ ഓക്കെ. യൂണിഫോം ഉണ്ടോ? യൂണിഫോമിന്റെ കളർ എന്താ? എനിക്ക് ഇഷ്ടല്ല യൂണിഫോം. അതെയോ? എനിക്ക് ഇഷ്ടല്ല. ഇഷ്ടായില്ല? അംഗനവാടിയിൽ പിന്നെ കളർ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പോവാ അല്ലേ? എല്ലാ ദിവസം കളർ. ആ, കൊറേ കഥയുണ്ട് ഇനി ബാക്കി പറയാൻ അല്ലേ? ഓ കണ്ടോ, കഴിഞ്ഞിട്ടില്ല. സിനിമയിൽ അഭിനയിച്ച കഥ പറയാനുണ്ട്, ഷൂട്ടിന്റെ കഥ പറയാനുണ്ട്. പിന്നെ എവിടെയാ യാത്ര പോയിട്ടുണ്ടല്ലോ? എവിടെയാ പോയി? ഹിമാചലിൽ പോയ കഥ പറയാനുണ്ട്, റീൽസിന്റെ കഥ പറയാനുണ്ട് അല്ലേ? ആ, ഭക്ഷണം കഴിച്ചിട്ട് പറയാം നമുക്ക്. ഓക്കെ, സെറ്റ്. ആണോ? എയർ ഫ്രയർ എങ്ങനെയാ ചെയ്യാ? ടൈമർ വെക്കും, എത്ര ടൈമർ വേണമെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ ചെയ്ത് കുറച്ച് പഠിച്ചു. ഓണാക്കാൻ പഠിച്ചു, ടൈമറൊക്കെ പഠിച്ചിട്ടില്ല. അപ്പൊ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോ ടൈമർ സെറ്റാക്കാറ്. ഞാൻ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്യാസിലോ? ആണോ? അതെങ്ങനെ ഉണ്ടാക്ക? ആദ്യം അര കപ്പ് വെള്ളം എടുക്കാം, എന്നിട്ട് ചായപാത്രത്തിൽ ഒഴിക്കാം. എന്നിട്ട് വെള്ളം ചൂടാവുന്ന വരെ ഇത് കത്തിക്കുക. ഗ്യാസ് കത്തിക്കാൻ. എന്നിട്ട് ചെറുതായിട്ട് ഇത്ര കത്തുള്ളൂ, പക്ഷെ ഗ്യാസ് കത്തും, ഫുള്ളായി കത്തും. എന്നിട്ട് ഇത് വെള്ളം ചൂടാവുമ്പോ ഇത് നമ്മള് ഇത് ചായപ്പൊടി ഇടും. എന്നിട്ട് ആ ചായ തിളയ്ക്കുമ്പോ പഞ്ചസാര ഇടാം. എന്നിട്ട് കുറച്ചേരം വെക്കാം. എന്നിട്ട് എടുക്കുക, ചായ. പാലൊഴിക്കോ ചായയില്? അപ്പൊ പൽച്ചായ. ചായ ഒഴിക്കാത്തപ്പോ? പൽച്ചായ ഒഴിക്കാത്തപ്പോ കട്ടൻ ചായ. വെരി ഗുഡ്. അല്ല, നമ്മളെ പടം വരയ്ക്കുന്ന പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് പറഞ്ഞില്ല. നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പടം വരയ്ക്കുന്നത് പറയാം. അപ്പൊ വരച്ചിട്ട് കാണിക്കാലോ ട്ടോ. എനിക്ക് പടം വരയ്ക്കാൻ കുറെ പടങ്ങള്. അതൊക്കെ എനിക്കറിയാം, അതൊക്കെ പറയാനുള്ള കഥയാണ് അതൊക്കെ. ഇവിടെ എപ്പോഴും മഴ പെയ്യുണ്ടോ? അപ്പൊ തണുക്കുവോ? ദേ നോക്കിയേ, ഇത് കുളമാണോ? ഇത് കുളമാണോ? ഇത് ആരുണ്ടാക്കിയതാ? ഇതെന്തൊക്കെയാന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ഇത് സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷ്, സ്റ്റാർ ഫിഷിന്റെ തല ഉണ്ടോ? ഇത് ഇത് കുളം. ഇത് ഒരു ബാസ്കറ്റാ. ഇതെങ്ങനെയാ ഉണ്ടാക്കിയേ? അടിയിൽ സ്റ്റാൻഡ് ഇരിക്കുവല്ലേ അതവിടെ ചൂടാക്കിട്ടാ. ആദ്യം മണ്ണുകൊണ്ട് എന്താ ചെയ്തേ? മണ്ണല്ല, ക്ലേ. ക്ലേ കൊണ്ട് എന്താ ചെയ്തേ? ആദ്യം ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇത് എന്നിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ അമർത്തു. അപ്പൊ സ്റ്റാൻഡായി. എന്നിട്ട് എന്നിട്ട് അങ്ങനെ ഹാൻഡിലായി. ഇങ്ങനെ നോക്കും. അപ്പൊ ബക്കറ്റ് അതിനകത്ത് ഇത് ചൂടാക്കിട്ട് കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഇത് ബേക്ക് ചെയ്തോ? അത് ബേക്ക് ചെയ്തിട്ട് കുറച്ച് കല്ലുകളൊക്കെ ഇട്ട്. ഇത് പിന്നെ ഒരു സാധനം, ഇത് ഇതിന്റെ അറ്റം കണ്ടോ? അതെന്താ? ഇത് പുഴുവാ. ഇതെന്താ? ഇതോ, ഇത് മഷ്റൂമാ. കണ്ടോ, ഉള്ളിൽ സ്പ്രേ അടിച്ചവാ. സിൽവർ അല്ലേ? സ്പ്രേ അടിച്ചു. എന്നിട്ട് പെയിന്റ് അടിച്ചു. ഇതും ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാ. ആരുണ്ടാക്കിയേ?
ചെറുത് ആ ഇതെന്നെ ആലുവയിൽ ഉണ്ടാക്കണോ എനിക്ക് ഒരു ഈ പെയിന്റ് ചെയ്തതാരാ? ഞാൻ ആണോ? ചാറ്റിലടിക്കണ്ടോ? ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടാ. ഹിമാചൽ പ്രദേശിൽ പോയോ? ആ ഇല്ലേ? ആ, ആ കഥയൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ആരുടെ കൂടെ പോയേ? എന്റെ അപ്പയുടെ കൂടെ. ആണോ? ആ, ട്രെയിനിലാണോ പോയേ? ഫ്ലൈറ്റിലാണോ പോയേ? ട്രെയിനില്. ആണോ? കൊറേ ദിവസം ട്രെയിനിലുണ്ടായിരുന്നാ? ഓ, 2 ദിവസം എടുത്തു. ആ എന്നിട്ട് ട്രെയിനിൽ എവിടെ കിടന്ന് ഉറങ്ങിയത്? മേളില് വെള്ളം കിടന്ന് തറയൊക്കെ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ ഹിമാചലെത്തി. ഹിമാചലെത്തി. അവിടെ എല്ലാരും ഇറങ്ങിക്കൊണ്ടിരുന്നത് സ്ലീപ്പിംഗ് ബാഗില. ആണോ? കുഞ്ഞു സ്ലീപ്പിംഗ് ബാഗിലാണോ പാത്തു ഉറങ്ങിയേ? ആ എന്നിട്ട് ഹിമാചൽ പ്രദേശിൽ എന്തിനാ പോയത്? എന്തിനാ പോയത്? അവിടെ ഞാൻ സ്ട്രോബെറി ഇറക്കണ്ടേ. സ്ട്രോബെറി വാരി തിന്നാനോ? ഇതേ ആരൊക്കെയാ പോയത് ഹിമാചലില്? ഞാന് അപ്പ ആ പാത്തു കളിക്കണ സമയത്ത് അപ്പ എന്താ ചെയ്യാ? അപ്പ പണിയെടുക്കും. എന്ത് പണിയെടുക്ക? അവിടെ ടൈലും കൊണ്ട് ആ സാധനം ഉണ്ടാക്കാറ്. എന്ത് സാധനൊക്കെ അപ്പ ഉണ്ടാക്കുക? ആ അതാ അപ്പ ആ വലിയ ആ കുതിരേനുണ്ടാക്കും. ആ കുതിരേനല്ല, ആ ഇത് ആടിനെ. ആ ആടിനെ ഉണ്ടാക്കിട്ട് അതിനകത്ത് കളർ തുണി വെച്ചു ആ കാലൊക്കെ ഇട്ടു. ആ എന്നിട്ട് വാലുണ്ടോ? ഇത് മാനാണ്. അത് മാനത്. മാനാണല്ലേ? ആടല്ല, കുതിരയുമല്ല, ആ, മാനാണ്. ഓക്കെ. എന്നിട്ട് മാന് കൊമ്പില്ലേ? ആണ്ട്. അതിന് കൊമ്പുണ്ട്. ആ എന്നിട്ട് ആ രാത്രി ആകുമ്പോള് ആ ഇങ്ങോട്ട് ഫ്രണ്ടോട്ടല്ലേ തിരിഞ്ഞേക്കണ്. അപ്പൊ ലൈറ്റ് ഓൺ ആക്കിട്ടിരിക്കുമ്പോ ഞാൻ വരുമ്പോ അവിടെ ഒരു മോന് കണ്ണു തുറന്നിരിക്കുന്നു. അയ്യോ. അപ്പൊ ഞാൻ പഠിച്ചായി ആ അപ്പയുടെ പുറകിൽ ഒളിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോ ആ. എനിക്ക് മനസ്സിലായത് അത് മാനാണ്. ആണ്. ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ട് പിന്നെ എന്തൊക്കെയാ ഉണ്ടായേ? അവിടെ മഡ് ഹൗസ് ഉണ്ടാക്കാൻ പോയായിരുന്നു. ഓ അത് ശരി. പേപ്പറും കൊണ്ട് ഇത് ഒരു ബോക്സും കൊണ്ട് ഒരു അപ്പയാണോ ഉണ്ടാക്കിയ? ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വീട് പോലെ. എന്നിട്ട് എന്നിട്ട് ഡോർക്ക് വെച്ചിട്ട് തൂക്കി. ആ 2-3 പോലെ. ആ അപ്പൊ എത്ര വയസ്സുള്ളപ്പോഴാ പോയേ? എനിക്ക് 3 വയസ്സുള്ളപ്പോ. ആ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 5 വയസ്സ്. 4 വയസ്സ്. ശങ്കരന്. ഓക്കെ. പാത്തു സിനിമ ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ആ എവിടെ? ഇതാ അതല്ല, അപ്പന്റെ കൂടെ പോയിട്ട് സിനിമ ഷൂട്ട് ചെയ്യണ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷെ പാത്തു ഒരു സിനിമയിൽ അഭിനയിച്ചു അല്ലേ? അത് ഞാൻ അറിഞ്ഞു. അത് ആരായിട്ടാ അഭിനയിച്ചേ? യോയോ. യോയോ. യോയോന്റെ ഉടുപ്പിന്റെ കളർ എന്താ? മഞ്ഞ പിന്നെ ബ്ലൂ. ബ്ലൂ. യെസ്. യോയോ എന്തൊക്കെയാ ചെയ്തേ? യോയോ വെള്ളത്തിൽ ചാടി. പിന്നെ പിന്നെ യോയോ പഞ്ഞിമുട്ട തിന്നു. പിന്നെ യോയോ മാർക്കറ്റിൽ കൂടെ ഓടി കളിച്ചു. യെസ്. പിന്നെ ഇത്
ഇത് പിന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ അത് സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടു. ശങ്കരനായിരുന്നു അത്. പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായില്ല ശങ്കരനാണെന്ന്. അതെ, പിന്നെ അതൊന്നും മനസ്സിലാവില്ല. യോയോ ആരാ ശരിക്ക്? യോയോ ആരാ? മഞ്ഞ ഉടുപ്പിട്ടാല് യോയോ ആയി അല്ലേ? വലിയ മഴ അല്ലേ? തണുക്കണ്ടോ? ഇവിടെ ഇരിക്കണോ? തണുക്കണുണ്ടാ? ഇവിടെ ഇരുന്നോ? ബാ. എന്റെ തലയില് ഹെയർ ബാൻഡ്, നമ്മുടെ തലയിൽ സ്കാർഫ് ഉണ്ട്, പിന്നെ ഒരു ക്ലിപ്പ് ഉണ്ട്, ഗ്ലിറ്റർ ക്ലിപ്പ്. ഇത് കോട്ടൺ വേസ്റ്റാ. അതുകൊണ്ട് മുടി ഉണ്ടാക്കി. ഇതിന്റെ ഉള്ളിലും കോട്ടൺ വേസ്റ്റ്, ഇതിന്റെ ഉള്ളിലും കോട്ടൺ വേസ്റ്റാ. അഡ്വഞ്ചേഴ്സ് ഓഫ് പാത്തു ആൻഡ് ശങ്കരൻ. ഇതെനിക്ക് പറഞ്ഞായിരുന്നോ? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് പാത്തു ആൻഡ് ശങ്കരൻ. യെസ്, ബാ. എന്റെ പേര് ആദ്യം ARUV. ഇതെന്താ എഴുതിയിട്ടുണ്ടല്ലോ? ഹാപ്പി ബർത്ത്ഡേ പാത്തു, ലവ് ചങ്കു, അമ്മു ആൻഡ് പപ്പ. പാത്തുന് തന്നതാണോ? ഇതാരാ? ഇത്രയും ഉണ്ടല്ലോ മുടി, ഇത്രയും വലിയ മുടി. അവിടം വരെ ഉണ്ട്, അവിടം വരെ ഉണ്ട്. ഇതെന്താ പാത്തു ശങ്കരന്റെ കയ്യില്? ടേർട്ടിൽ. കണ്ടിട്ടില്ല. ടേർട്ടിലിനെ ശരിക്കും കണ്ടിട്ടില്ലേ? ഇതാരാ? അപ്പ. ശങ്കരൻ. ദേ സൈക്കിള്. ആ സൈക്കിളും ഈ സൈക്കിളും, കുഞ്ഞു സൈക്കിളും അല്ലേ? ആണോ? റെഡ് ഉടുപ്പൊക്കെയാണല്ലോ. പുറത്തേക്ക് പോവോ സൈക്കിൾ ഓട്ടിട്ട്? ഓക്കെ. അപ്പൊ ശങ്കരൻ വീട്ടിലിരിക്കുക. ശങ്കരൻ അംഗൻവാടി പോണ്ടോ? ഓക്കെ. പോവാനായിട്ടില്ല അല്ലേ? അമ്മുവും ശങ്കരനും പാത്തും കൂടെ കുക്ക് ചെയ്യാണ് അല്ലേ? എന്തൊക്കെയാ ഉണ്ടാക്കണേ? ചപ്പാത്തി. ഇതെന്താ? ടൊമാറ്റോ. ഇതോ? ഗാർലിക്. ഇതോ? ചിക്കനാന്ന് തോന്നുന്നു. ഗാർലിക്. ഓക്കെ. ഇനി ഒരു പേജ് വിട്ടുപോയി. അയ്യോ, എന്താ ചെയ്യണ എല്ലാരും കൂടെ? സോക്സ് ഉണ്ടാക്കാ? ശങ്കരൻ സോക്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഇനിയും സോക്സ് ഉണ്ടാക്കി കഴിയണം. അമ്മ ഉണ്ടാക്കുന്നുണ്ട്. നല്ല തണുപ്പാ. അതാണ് ഇങ്ങനത്തെ ഉടുപ്പിട്ടേക്കുന്നത്, ജാക്കറ്റ് ഇട്ടേക്കുന്നത് അല്ലേ? ഓക്കെ. മെടഞ്ഞിട്ടിട്ടുണ്ടല്ലോ മുടിയൊക്കെ. അങ്ങനെ ഇടാറുണ്ടോ? ശരിക്കും ഇടുവോ? ഇത് രാത്രി നിങ്ങൾ രണ്ടുപേരും കൂടെ ഉറങ്ങാനുണ്ടതിന് മുന്നേ ലാമ്പ്. ഇതെന്ത് ലാമ്പാ? മൂൺ ലാമ്പാണോ? അത് തൊട്ടാ കത്തുവോ? തൊട്ടാ കത്തും. ഫുള്ളുമ്മ അല്ലേ? എനിക്കിടും വരുമോ?
കഥ അറിയില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ആ അതെ, ഒരു ദിവസം തുമ്പി ആ ഇങ്ങനെ കിടന്നിറങ്ങരുത്. ആ ഒരു തുമ്പി വന്ന് ആ തുമ്പി ഇങ്ങനെ അങ്ങ് വീണു ആ പൂന്ന്. ആ ഉറങ്ങുമായിരുന്നു. പൂവിലിരുന്നിട്ടാണോ ഉറങ്ങണേ? ആ അപ്പൊ ഇങ്ങനെ അങ്ങ് വീണു. ആ. അങ്ങനെ വീണപ്പോഴേ ആ തുമ്പിന്റെ ചിറകുടിഞ്ഞു. അയ്യോ. അപ്പൊ തുമ്പി അവിടെ കിടന്നു. ആ അപ്പൊ അമ്മ വന്നെടുത്തു. ആ തുമ്പിയുടെ അമ്മ. എന്നിട്ട് ഉം, ഉണ്ടല്ലോ ഉം, ഇത് ആശുപത്രി കൊണ്ടുപോയി. ഉം. എന്നിട്ട് അത് പുതിയ ചിറക് വെച്ചു. അപ്പൊ പറക്കാൻ പറ്റി. അപ്പൊ പറക്കാൻ പറ്റി. എന്നിട്ട് ആ ഒടിയാത്ത ചിറകുകൂടി ഒടിച്ചിട്ട് ആ ഇത് ഗ്ലിറ്റർ ചിറക് വെച്ചു. അത് ശരി. ഒടിയാത്ത ചിറകും കൂടെ ഒടിച്ചിട്ട് പുതിയ 2 ഗ്ലിറ്ററിങ് ചിറക് വെച്ചു. അത് നല്ല ഐഡിയ ആണ്. ആ എന്നിട്ട് അതിനൊരു കളിപ്പാട്ടം കൊടുത്തു. ഇത് ആ ആര് കൊടുത്തു? അതിന്റെ അമ്മ. ആ എന്നിട്ട് അതും കൊണ്ട് ഇപ്പൊ കളിച്ചോണ്ടിരിക്കണത്. ഓക്കെ ഓക്കെ. അപ്പൊ തുമ്പി എല്ലാ ദിവസവും ഇറങ്ങാൻ വീഴാണ്ടിരിക്കാൻ ഇത് കുറച്ചേരം കളിച്ചിട്ട് കിടന്നിറങ്ങും. ശങ്കരനും അപ്പയും അമ്മയും കൂടിയിട്ടേ അമ്മും കൂടിയിട്ടേ നിങ്ങൾ എവിടേക്കൊക്കെ പോവാ? ടാറ്റ പോവാറുണ്ടോ? പാടത്ത് പോവും. പിന്നെ ദൂരെ പോവാറുണ്ട്. അതെവിടേക്കാ പോവാ? ദൂരെ ടൗണിൽ പോവും. വണ്ടിയിലാ പോവാ? ബൈക്കിലാ പോവാ? ബൈക്കിൽ പോകുമ്പോ പാത്ത് എവിടെ ഇരിക്കുക? മുമ്പിലാണോ? മുമ്പിലിരിക്കും ബാക്കിലിരിക്കും. ആണോ? മുമ്പിലിരിക്കാനാണോ ഇഷ്ടം ബാക്കിലിരിക്കാനാണോ ഇഷ്ടം? മുമ്പിലിരിക്കാൻ. ശങ്കരന് എപ്പോഴും ബാക്കില്. ആ ഞാൻ ഫ്രണ്ടിലിരിക്കും. ആ ഫ്രണ്ടിലിരുന്ന് നമ്മൾ ഉറങ്ങൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഞാൻ അറിഞ്ഞില്ല. ആ നമ്മൾ വലിയ കുട്ടിയായില്ലേ അല്ലേ? ആ ഞാൻ ഇപ്പൊ കിടന്നാലേ കുറച്ചേരം ഇത് 9 മണി വരെയൊക്കെ ഇരിക്കും. ഉറങ്ങോണ്ട്. എന്നിട്ട് അവനെ കിടത്തി ഉറക്കിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും. പേടിക്കണ സ്വപ്നം കാണുമോ? അതെന്തായിരുന്നു? അപ്പൊ ഞാൻ വേഗം കിടത്തിറങ്ങും. അതേതാ പേടിക്കണ സ്വപ്നം? പേടിക്കണ സ്വപ്നം ഏതാ? ഇടി വെട്ടുന്ന നേരത്തെ നക്ഷത്രം ഓടിയിട്ട് വീട്ടിൽ കയറി ഇരിക്കുന്നത്. അയ്യോ, അത് പേടിയാവോ? ഇടിവെട്ടുന്ന നേരത്തെ നക്ഷത്രം ഓടി വീട്ടിൽ കയറിയിരിക്കോ? നക്ഷത്രത്തിന് പേടിയായിട്ടാ? അപ്പൊ അമ്പിളിയോ? അമ്പിളിക്ക് പേടിയാവോ? അമ്പിളി ഇല്ലാത്ത സമയം. ആ ആ. അപ്പൊ ഞാൻ സൂര്യന് പേടിയാവോ? സൂര്യൻ രാത്രി ഉണ്ടാവൂലല്ലോ. അതൊരു കറക്റ്റ് ആണല്ലോ. അത് ഒരു പ്രശ്നമാണ്. അമ്പിളിയും സൂര്യനും കൂടെ ഒന്നിച്ചുണ്ടാവില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പിന്നെ അപ്പൊ മേഘങ്ങളോ? മേഘങ്ങളെ പേടിക്കും ചെറുതായിട്ട്. വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. ഇടി വെട്ടുമ്പോ മഴയ്ക്ക് പേടിയാവോ? ഇല്ല. മഴ എന്തായാലും താഴത്തേക്ക് വരികയാണല്ലോ അല്ലെ? അതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇടിന്റെ കൂടെ അല്ലേ മഴ ഉണ്ടാവണം. അപ്പൊ അവര് ഫ്രണ്ട്സ് ആണ്, പ്രശ്നമില്ല. ഒരു ദിവസം ഇത് കുറുക്കന്റെ ഒച്ചപ്പോ ഞാന് ജനലറും. അപ്പൊ അവിടെ ഒരു കുറുക്കൻ ഇരിക്കുന്നു. എന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. വർത്താനം പറഞ്ഞോ? എന്നിട്ട് ഞാൻ പറഞ്ഞോ? നോക്കിയപ്പോ തിരിച്ചു. അപ്പൊ എനിക്ക് പറയുന്ന മനസ്സിലായി. എന്താ പറഞ്ഞ? ഇതേ കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അപ്പൊ ഞാൻ കടന്നു കളിക്കാൻ പോയില്ല. ഞാൻ കേട്ടില്ല. കേക്കാത്ത പോലെ കിടന്നു അല്ലേ? കിളികളുടെയാണോ ഇഷ്ടം, മൃഗങ്ങളുടെയാണോ ഇഷ്ടം, മനുഷ്യന്മാരെയാണോ ഇഷ്ടം? എനിക്ക് കിളികളെ. അതെന്താ? അതാണ്. വേറെ ആർക്കും പറക്കാൻ പറ്റില്ല അല്ലേ? അതിനും പറക്കാൻ പറ്റും. പറക്കാൻ തോന്നിണ്ടോ? പാത്തുവിന് പറക്കണമെന്ന് തോന്നിണ്ടോ? ആണോ? എനിക്ക് പറക്കാൻ തോന്നുമ്പോഴേ എന്റെ കൈ ഇങ്ങനെ നിവർത്തിട്ട് ഇങ്ങനെ. അപ്പൊ പൂമ്പാറ്റിയായിട്ട് മാറുവോ? പൂമ്പാറ്റിയാണോ ആവോ, തുമ്പിയാണോ ആവോ, കിളിയാണോ ആവോ പറക്കാൻ? ഞാന് തുമ്പിയാവും. പൂമ്പാറ്റാവണ്ട? എന്ത് കളറുള്ള തുമ്പിയാവണ്ടേ? ഏത് കളറുള്ള തുമ്പിയാവണ്ടേ? ഞാൻ റെയിൻബോ തുമ്പിയാവും.
ഇതെന്താ? ഇത് താമരന്റെ ഇല. അല്ല, ഇത് മൊത്തത്തിൽ എന്താ? താമര കൊളാണ്. ഇതില് താമരന്റെ ഇല. താമര കണ്ട, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. പിന്നെ അതിന്റെ ഇലയില് ഇതിങ്ങനെ ബ്ലൂ ഉണ്ട് അതിന്റെ ചുറ്റ്. അപ്പൊ ഇത് അതിന് കുറച്ച് മഞ്ഞ കളറാണ്. അതെന്റെ വെറുതെ ഡിസൈനാ. ഇത് മൊത്തം വെള്ളാണ്. ആകാശം വെള്ളത്തിന്റെ കളർ എന്താ? ബ്ലൂ. ഓക്കെ. അപ്പൊ ഇത് ശരിക്കത്തെ വെള്ളം വെള്ളല്ലേ, പക്ഷെ വെള്ള കളറില്ല, വെള്ള പേപ്പർ ആയോണ്ടേ നമ്മള് വരയ്ക്കുമ്പോ ബ്ലൂ ആക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് വെള്ളത്തിന്റെ ഭംഗി വേണ്ടിട്ട് ഇങ്ങനെ ബ്ലൂ ആക്കിയതല്ലേ. ഇതാരാ? ഫോട്ടോ ഫ്രെയിമാ. ഓക്കെ. ഇത് ഞാന് പെയിന്റ് അടിച്ചതാ. ഇതെന്റെ ചെമ്പരത്തി കിരീടാണ്. ഇതൊക്കെ പാത്തോണോ പെയിന്റ് ചെയ്തേ? ഇത് എന്റെ മുടി ശരിക്കും ഇത്രയും പേരില്ലേ. ഇവിടെ 2 പൂവുണ്ട്. ഇത് പെയിന്റ് അല്ല, ഇത് ഗോഷ് പെയിന്റാ. ഇതും ഗോഷന്യാ, മൊത്തം ഗോഷ. ഇതും ഗോഷ. ഇതിന്റെ കളർ യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇത് പിങ്ക്, പർപ്പിൾ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഞാനത് മര്യാദ തറന്നിട്ടില്ല. മര്യാദ തറന്നാല് പിന്നെ പൂട്ടാൻ കുറച്ച് കഷ്ടം. എനിക്ക് പൂട്ടാൻ അറിയാം. ചെറിയ എനിക്ക് പാറ്റേൺ ഉണ്ടാക്കാൻ അറിയാട്ടോ. പാറ്റേൺ ഉണ്ടാക്കാൻ അറിയാം. പറഞ്ഞു തന്നെ. ഇത് കിളി. കിളി. ഇത് ചോന്ന ചെമ്പരത്തി. വരച്ചത് ലാല. ഞാൻ തുന്നിയത് ഞാൻ. ഇത് വരച്ചത് എന്റെ അമ്മ. ഇത് ഞാൻ തുന്നിയത്. എന്റെ ചട്ടി തുന്നിട്ടില്ല. ഇത് മൂങ്ങ. ഇത് തുന്നി തുടങ്ങിയിട്ടുള്ളത്. ഇത് ശങ്കരനാണോ? ശങ്കരൻ പൂച്ചയുടെ പന്തളിക്കാൻ പോയത്. അതാ അമ്മൂന്റെ ആണോ? പൂവണ്ട. ഇതിലൊന്നുമില്ല. ഇതുണ്ടാവല. ഫോണൊക്കെ നോക്കാറുണ്ടോ? കുറച്ചേരം. ഇവിടെ ടി വി ഉണ്ടോ? ഇവിടെ ടി വി ഉണ്ടോ? എന്തേ? ഞങ്ങൾ ടാബ് യൂസ് ചെയ്യാം. ഓക്കെ. കണ്ണൂര് ടി വി ഉണ്ടോ? കണ്ണൂര് വീട്ടില് ഇല്ല. അവിടെ റേഡിയോ ഉണ്ട്. ഓക്കെ. അതിൽ വാർത്ത പറയും, പാട്ടൊക്കെ കേൾക്കും. എന്റെ അമ്മമ്മന്റെ റേഡിയോയിലൊക്കെ നമുക്ക് റേഡിയോ ഇല്ല. ടാബില്ലേ? ടാബില് പിന്നെ എന്തൊക്കെയാ കാണുക? സിനിമ അല്ലാതെ? സിനിമ അല്ലാണ്ട് ബ്ലൂവിയും ലിറ്റിൽ ബെയറൊക്കെ കാണും. പിന്നെ ഇത് മാത്രമേ കാണൂ. ആണോ? ശങ്കരനെ കാണാൻ തോന്നുന്നുണ്ടോ? ശങ്കരനെ കാണാൻ തോന്നുമ്പോ എന്താ ചെയ്യാ? ശങ്കരനെ കാണാൻ തോന്നുമ്പോ ഞാന് ഒരു ബ്ലോഗ് ശങ്കരനെ ഉണ്ടാക്കും, എന്നിട്ട് കാണും. വെരി ഗുഡ്. അങ്ങനെ ചെയ്യണം നമ്മള്. ഒരു ശങ്കരനെ കൂടെ ഉണ്ടാക്കുക. കഥ വായിക്കും. അമ്മ വായിച്ചു തരുമോ കഥ? ഇവിടെ കൊറേ ബുക്കുണ്ട്. ഇംഗ്ലീഷാണോ വായിച്ചു തരാ, മലയാളാണോ വായിച്ചു തരാ? ഇംഗ്ലീഷാ. ആണോ? അമ്മ പാത്തുന്
മലയാളമാണോ ഇഷ്ടം, ഇംഗ്ലീഷാണോ ഇഷ്ടം? എനിക്ക് ഒരു വായിക്കാൻ അറിയില്ല. അതറിയോ? പിന്നെന്താ അറിയാ? എനിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാനും അറിയില്ല. സ്പെല്ലിംഗ് ഒക്കെ എഴുതാൻ അറിയില്ലേ? എനിക്ക് വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ. വരയ്ക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ? വരയ്ക്കാനും പടം വരയ്ക്കാനും പിന്നെ ക്ലയം കൊണ്ട് സാധനം ഉണ്ടാക്കാനും വർത്താനം പറയാനും മാത്രമേ അറിയുള്ളൂ. പിന്നെ വായിക്കാൻ അറിയില്ല. പറക്കണ വീട്, ആകാശത്തിലുള്ള മാനത്തുള്ള പറക്കണ വീട്.